ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്സുകൾ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, എവിടെ പോകുമ്പോഴും ഡ്രസ്സൊന്നും അയൺ ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇസ്തിരി ഇടാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ അത്യാവശ്യം ഒരു എണ്ണം നമ്മൾ അയൺ ചെയ്യുമല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ കൊണ്ടിടാം. അപ്പോൾ അടിയിലത്തെ ഡ്രസ്സുകളൊക്കെ ചുളുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി കിട്ടും. ഇതുപോലെ ഓരോന്ന് അടിയിലിടുക. ഇപ്പോൾ ചുരിദാറാണോ സാരിയാണോ പഴയ നമ്മൾ ഏത് ഡ്രസ്സാണോ നമുക്ക് ചുളുക്ക് മാറേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അടിയിൽ കൊണ്ടിടുക. ഏറ്റവും മേലെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സും എല്ലാവരുടെ ഡ്രസ്സും തയ്ക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നിരത്തി കൊണ്ടിടുക കേട്ടോ. എന്നിട്ട് അത് മടക്കി അതേപോലെ മടക്കിയെടുത്ത് വയ്ക്കാം. അതുപോലെ നമ്മളെപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ അയൺ ചെയ്യാതെ നിങ്ങൾ പോവരുത്. എന്താ വെച്ചാൽ അതിന് പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒന്നാണ് കേട്ടോ. ആദ്യം ഞാൻ ചെയ്തിരുന്നില്ല, ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചുരിദാറിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചുരുങ്ങി കിടക്കുന്നുണ്ടാവും, അവിടെയൊക്കെ നല്ല നേർത്തി അയൺ ചെയ്യുക. അപ്പോൾ ഇട്ട് പോകണ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ മേലെ നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കും, ഇസ്തിരി ഇട്ട് കൊടുക്കും. നമ്മുടെ ഡ്രസ്സ് മിക്കവരും അങ്ങനെയായിട്ടാണ്, നമ്മളെ ഡ്രസ്സൊന്നും നമ്മളങ്ങനെ അയൺ ചെയ്യില്ല. അത് മതി, ഇത്രയും മതിയായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് ഇനി മുതൽ അയൺ ചെയ്തിട്ട് നിർബന്ധമായിട്ട് പോവാം. പിന്നെ നമ്മൾ കറണ്ട് ലാഭിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മേലെ നമ്മൾ ഡ്രസ്സാണ് തേക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ എല്ലാ ഡ്രസ്സും കൊണ്ടുപോയി ഇടാം. അപ്പോൾ പെട്ടെന്ന് ചുളുക്കം മാറി കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇനി നമുക്ക് ഡ്രസ്സുകളൊക്കെ തേച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സും യൂണിഫോമൊക്കെ നമ്മൾ തേക്കില്ല, അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയി ഇടാം. അതുകൊണ്ട് നമ്മളുടെ ഡ്രസ്സിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്ത് നോക്കാം, നിങ്ങൾക്കത് ഉപകാരപ്പെടും കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അടുത്തായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് നമ്മളെപ്പോഴും കരുതി വയ്ക്കുക കേട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. ഇങ്ങനത്തെ ബ്രഷ് ഇത്ര വീതി കുറഞ്ഞിട്ടായാലും കുഴപ്പമില്ല. ഇത് ജനലിൻ്റെ അവിടുത്തെ മാറാലടിച്ച് കളയാൻ നല്ലതാണ് കേട്ടത്. അതിന് ശേഷം കുറച്ച് മണ്ണെണ്ണയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. മണ്ണെണ്ണ മാത്രമല്ല, വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ഈ അടുപ്പിലൊക്കെ ഒഴിച്ച് മണ്ണെണ്ണ കത്തിച്ച് കളയാണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഞാൻ നോക്കിയിട്ട് നമ്മുടെ മാറാല പോണത് മണ്ണെണ്ണയ്ക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പുൽത്തൈലം അതൊക്കെ നല്ലതാണ്, പുൽത്തൈലമൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അത് ബ്രഷ് കൊണ്ടൊന്ന് അടിച്ച് കളഞ്ഞാൽ മാറാല ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ മാറല അടിക്കണത് മാത്രമല്ല, അതിൻ്റെ താഴെ വീണ ഇട്ടുകാരിനെയും കൂടി നമ്മൾ കൊല്ലണം കേട്ടോ. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് അവർ വീണ്ടും വല കിട്ടും. അതിന് ശേഷം കുറച്ച് കുപ്പിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് ശേഷം കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക. ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് തുടച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള എണ്ണയും ബാക്കിയുള്ള മണ്ണെണ്ണയും വെള്ളം ഉണ്ടാവുമല്ലോ, അത് നമ്മളെന്താ ജനലിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ ഒഴിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഒഴിക്കുക. എന്താ വെച്ചാൽ ഈ പാമ്പുകളെന്ന് പറയണത് ജനലുമ്മ കൂടെ പൊത്തിപ്പിടിച്ച് വരും കേട്ടോ. അവർ എപ്പോഴാണ് വരിക, ഏത് സമയത്താന്ന് പറയാൻ പറ്റില്ല, അവർ വരും. ജനലുമ്മ അവർക്ക് ഭയങ്കര ഹൈറ്റിൽ ചാടാനറിയാം കേട്ടോ. എന്താ വെച്ചാൽ ഒരു അനുഭവം ഉള്ളതാട്ടോ, അതാണ് പറയണത്. ഇതുപോലെ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ആളെ വീട്ടിൽ ഇതുപോലെ ജനലിൻ്റെ അവിടെ നിറച്ച് കസേരകൾ നിരത്തി മെനക്ക് മേലെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു ദിവസം ആൾ അവിടെയൊക്കെ തുടയ്ക്കാൻ വെച്ചിട്ട് ഒരു മേലത്തെ കസേര പൊന്തിച്ച ശേഷം രണ്ടാമത്തെ കസേരമേ ഒരു ചേര വന്നിട്ട് വട്ടത്തിൽ ചുറ്റിരിക്കുന്നു. അപ്പോൾ അത് ജനലുമ്മ കൂടി എന്നിട്ട് ആൾ വന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചിരുന്നതാണ് ഒന്നെങ്കിൽ നമ്മളെ നെറ്റ് അടിക്കാം, 3/4 ഭാഗം നെറ്റ് അടിക്കാം. നമുക്ക് രാത്രി ജനലിൻ്റെ കഥകളൊക്കെ അടയ്ക്കണ്ടേ, ജനൽപ്പാടികളൊക്കെ അടയ്ക്കണ്ടേ, അപ്പോൾ നെറ്റ് അടിക്കാം. ഇപ്പോൾ ഇവിടെ നെറ്റ് അടിക്കേണ്ടി വരും കേട്ടോ. അതിങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ ഭയങ്കര പേടി കേട്ടോ പാമ്പിനെ ഉള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് നമ്മളിത് സ്പ്രേ ചെയ്തിട്ട് ആ സ്പ്രേ കുപ്പിയിൽ അത് ഇത്തിരി കുഴപ്പമുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു തുണി വെച്ച് തുടച്ച് കൊടുക്കാം. കൈമ മണ്ണെണ്ണയാവൊന്നും ആവില്ല കേട്ടോ. പിന്നെ കുറേ നാളത്തേക്ക് ഇട്ടുകാരി വരില്ല. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചപ്പാത്തി കോലുണ്ടല്ലോ, ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ടാണ്, 21 വർഷം. ഞാൻ തമിഴ്നാട്ടിൽ കുറച്ച് കാലമുള്ളപ്പോൾ അന്ന് മേടിച്ചിട്ടാ. ഞാൻ അധികം ചപ്പാത്തി ഒന്നും ഉണ്ടാക്കില്ല, അപ്പം അന്നേ ഉള്ളതാണ് പഴഞ്ചനാട്ടാ. അപ്പോൾ ഇതെങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി ഉണക്കി
തുടച്ചെടുത്തിട്ട് ഇതുപോലെ കുപ്പീനുള്ളിൽ ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക. പാറ്റ നക്കില്ല, എട്ടുകാരി നക്കില്ല. അപ്പോൾ ആവശ്യത്തിൻ്റെ അടുത്തൊന്ന് തുടച്ചാൽ മതിയോ. അത് നമ്മൾ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് അതിന് ശേഷവും ചപ്പാത്തി പലകയും കല്ലൊക്കെ കഴുകാൻ പോണത്. അപ്പം അത്രയും പിന്നെ ഉണങ്ങണ്ടേ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും വരില്ല. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിപ്പാത്രത്തിലൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരാതിരിക്കാൻ ഒരു ഒരു മൂടി എടുക്കുക. അതിനുള്ളിൽ കുറച്ച് തുണി വെച്ചിട്ട് വേപ്പെണ്ണ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് വേപ്പെണ്ണ അല്ല കേട്ടോ, ഞാൻ കാണിച്ചത് അത് മാത്രം. വേപ്പെണ്ണ കുറച്ചെടുത്ത് ഇതിൽ ഒഴിച്ചിട്ട് ഉള്ളിപ്പാത്രം എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പ്രാണികളൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ചോറ് വൈകുന്നേരത്തേക്ക് വെക്കുമ്പോൾ എപ്പോഴും ഒന്ന് ആവി കയറ്റുക, തിളപ്പിച്ച് ഊറ്റാതിരിക്കുക, ആവി കയറ്റുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.